പേര് സോഫിയ സ്കറിയ. ഇടുക്കി ജില്ലയിൽ നിന്നാണ് വരുന്നത്. ജോൺ മരിയ വിയാനി ചർച്ച് പണിക്കും കൂടിയാണ് ഇടവക. ഞാൻ 2022 ഒക്ടോബർ 24 ഹസ്ബൻഡാണ് ഉടമ്പടി എടുത്തത്. അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടാമത്തെ ഉടമ്പടി എടുത്തപ്പോൾ ഈ കുഞ്ഞിന് പ്രഗ്നൻ്റ് ആവുകയും 3-ാം മാസത്തിൽ ചിക്കൻ ബോക്സ് പിടിപെട്ടു. ഹോസ്പിറ്റലിൽ നിന്നെല്ലാം പറഞ്ഞു മുന്നോട്ട് കൊണ്ടുപോകരുത്, അപകടമാണ് എന്ന് പറഞ്ഞു. ഞാനന്ന് തുടർച്ചയായിട്ട് തൈലം വയറ്റിൽ പുരട്ടി പ്രാർത്ഥിച്ചു. സ്കാനിങ്ങിന് പോകുമ്പോൾ 3 ഹോസ്പിറ്റലിൽ മാറി സ്കാനിങ്ങിന് റിപ്പോർട്ടിന് പോയി. അപ്പോൾ 3 പ്രാവശ്യം ഞാൻ കൂടെ പോയിട്ട് തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അവിടെ നിന്നെല്ലാം പോസിറ്റീവ് തന്നെ പറഞ്ഞു. പക്ഷേ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് മുഴുവൻ ആദ്യമായിരുന്നു. കൊച്ചിന് കാഴ്ചശക്തി കാണുകയില്ല, അങ്ങനെയുള്ള ചിന്താഗതിയായിരുന്നു മുഴുവൻ. പക്ഷേങ്കിൽ നവംബർ 11-ാം തീയതി ഒരു കുഴപ്പമില്ലാതെ 3600 തൂക്കമുള്ള ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. അതിന് അമ്മ മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. ഞങ്ങൾ പല പ്രാവശ്യം കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്, പേപ്പർ കിട്ടിയിട്ടുണ്ട്, എങ്കിലും വരാൻ തയ്യാറല്ലായിരുന്നു. ഹോസ്പിറ്റലിലൊക്കെ പോയിരിക്കുമ്പോൾ നേരം പോക്കിന് കൃപാസന മാസിക വായിക്കുമെന്നല്ലാതെ അതേപ്പറ്റി കൂടുതൽ ആഴമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ മനസ്സിലിങ്ങനെ തോന്നി, ഒരു നിമിഷം ഇങ്ങനെ ഹസ്ബൻഡിന് ടൗണിൽ പോയപ്പോൾ ഒരു പേപ്പർ കിട്ടി. അപ്പോൾ ഇനി ആരോടും ചോദിക്കാനില്ല, നമുക്ക് ഉടനെ പോകാം, അല്ലെ നീട്ടി വെച്ച കാര്യങ്ങളൊന്നും നടക്കുകയല്ലെന്ന് ഞങ്ങൾ തന്നെ എളുപ്പം തീരുമാനം എടുത്തു. ഇടുക്കിയിൽ നിന്ന് പോരുക എന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടാണ് ലൈൻ ബസ്സിന് വന്നു കഴിഞ്ഞാൽ. രാവിലെ അവിടുന്ന് പോന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം 2 മണി വരെ ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് 7 മണിയുടെ വണ്ടിക്കാണ് ആദ്യമൊക്കെ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചേച്ചി അവിടുന്ന് ബസ്സിന് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞ് ഇപ്പം ഞാൻ 5-ാമത്തെ പ്രാവശ്യമാണ് ഇവർ വരുന്നത്. പക്ഷേ ഞാൻ ഒരു 20 കിലോമീറ്റർ പോലും ടൗണിലേക്ക് പോയി കഴിഞ്ഞാൽ ഛർദ്ദിച്ച് അവശതയാകുമായിരുന്നു. ഇപ്പം ഈ 5 പ്രാവശ്യം വന്നിട്ടും എനിക്ക് യാതൊരു കുഴപ്പമില്ല. അമ്മ മാതാവ് പൂർണ്ണമായിട്ട് സംരക്ഷിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണത്. മുഴുവനും നല്ല രീതിയിൽ പോകണം ഇങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ. പക്ഷേ അതിനുശേഷം പല പ്രതിസന്ധികളുണ്ടായി. എൻ്റെ വയറ്റിലൊരു മുഴ വന്നു. 5 വർഷമായിട്ട് യാതൊരു പ്രശ്നമില്ലെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. പക്ഷേ അത് 5 വർഷം കഴിഞ്ഞ് ഞാൻ തൈലം വെച്ച് പുരട്ടിയതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ ഈസ്റ്ററിൻ്റെ ദിവസമായപ്പോഴത്തേനും അത് പൊട്ടി. ഡോക്ടർ അതിൻ്റെ ഓപ്പറേഷൻ നടത്തി സുഖമാക്കി. വേറെ അത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് ലാസ്റ്റ് 3-ാമത്തെ ഡോക്ടറാണ് അത് പറയുന്നത്. അതിന് മുമ്പ് യാതൊരു പ്രശ്നമില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഉടമ്പടി വെക്കാതെ തന്നെ പല പ്രതിസന്ധികളുണ്ടായി. വീടിനകത്ത് ബൾബ് പൊട്ടിത്തെറിച്ച് വലിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായി. അന്നേരം ഉണ്ട് എൻ്റെ ശരീരത്തിന് യാതൊരു അതേ മഞ്ഞുതുള്ളി വീഴുന്നതോടെ ഒരു അനുഭവം ഉണ്ടായുള്ളൂ. ചില്ല് പൊട്ടിത്തെറിച്ച് വീഴുന്നതായിട്ടൊരു അനുഭവം ഉണ്ടായില്ല. അങ്ങനെ ദൈവം അന്ന് മുതൽ ഓരോ കാര്യങ്ങളിലേക്ക് എനിക്ക് 3 പെൺപിള്ളേരാണ്. അതിൽ ഇത് 2-ാമത്തെ ആളാണ്. 3-ാമത്തെ ആളിൻ്റെ പഠന കാര്യങ്ങൾ ഞാൻ ഉടമ്പടി വെച്ചിരുന്നു. ഇപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് അടുത്തൊരു കോഴ്സ് ദൈവം തിരഞ്ഞെടുക്കണം. നമുക്ക് സാമ്പത്തികമായിട്ട് കൂടുതൽ മേന്മയൊന്നും ഇല്ലാത്തവരായത് കാരണം അതനുസരിച്ച് ഒരു കോഴ്സിന് തയ്യാറാവണമെന്ന് അത് ദൈവം നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്നതിൽ എന്ന് പറഞ്ഞാൽ പേപ്പർ ഞാൻ പലർക്കും മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ എനിക്ക് വളരെ ഭയമായിരുന്നു. പക്ഷേ ആദ്യം തന്നെ ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി കഴിഞ്ഞപ്പം ഒരു മുസ്ലിം സ്ഥലമെന്ന് അറിഞ്ഞുകൊണ്ട് ഒരാളുടെ കൈ കൊടുത്തപ്പോൾ അത് എന്നോട് പറയുകയാണ്, എൻ്റെ കൊച്ചിനെ മാതാവ് ആംബുലൻസിന് കയറ്റി കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ അവർ മുസ്ലിമായിരുന്നു. അവരുടെ കൊച്ചുമകളെ മരണാവസ്ഥയിൽ ആംബുലൻസിന് കയറ്റിയിട്ട് അവർ അസുഖമില്ലാതെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തങ്ങുമാണ്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് കൊടുത്ത 2 പേപ്പറുകളും മുസ്ലിങ്ങൾക്കാണ് ഞാൻ കൊടുത്തത്. അപ്പം അവർ എന്തെങ്കിലും മതമാറ്റമാണെന്നൊക്കെയുള്ള ഒരു ധാരണ ഉണ്ടാകുമല്ലോ എന്നോർത്താണ് ഭയപ്പെട്ടിരുന്നത്. പക്ഷേ അവരുടെ വിശ്വാസം കണ്ട് നമുക്ക് യാതൊരു വിശ്വാസം ഇല്ലെന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി. അത്രയും നല്ല അനുഭവങ്ങളുണ്ടായി. പിന്നെ ഈ കുഞ്ഞിനെ ഗർഭിണിയായിരുന്നപ്പം എപ്പോൾ സ്കാനിങ്ങിന് പോയാലും വയറ്റിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എനിക്കൊരു ദിവസം അങ്ങനെ തൈലം പുരട്ടി കൂടെ മൂത്ത കുട്ടികളാണ്, കാരണം മൂത്ത കുട്ടിയെ നോക്കേണ്ടതിന് പേരിൽ കൂടെ പോകാൻ പറ്റിയില്ല. അന്ന് ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചേക്കാം, സ്കാനിങ്ങിന് കയറുമ്പം വിളിച്ച് പറഞ്ഞാൽ മതി, ഞാനിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കന്നാൽ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. മൂത്ത കുട്ടി വഴക്കുണ്ടാക്കിയതിൻ്റെ പേരിൽ. പക്ഷേ അന്നേരം ഉണ്ട് ഞാൻ കിടന്നുകൊണ്ട് കൊച്ചിനെ ഉറക്കുന്ന സമയത്ത് ശരീരത്തിൽ ഇങ്ങനെ ഒരു അമക്ക്. അപ്പം ഞാൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കി ആരാ വന്നിരിക്കുന്നതെന്ന്. പക്ഷേ ഒരു സ്വാന്തനിപ്പിക്കുന്ന രീതിയിൽ ഒരു തലോടൽ എനിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ ഇനി ഞാൻ കൂടുതൽ ഇതിനു വേണ്ടിയൊന്നുമല്ല, ആത്മീയമായിട്ട് ജീവിക്കാമെന്ന് കരുതിയായിരുന്നു
പക്ഷേ ഇപ്പം ദൈവം ഓരോ പ്രതിസന്ധികൾ ഉണ്ടായി കഴിയുമ്പോഴാണ് നമ്മളെ മാതാവും ഈശോയും കൂടെ നമ്മുടെ കൈവെള്ളയെ സൂക്ഷിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. പരിശുദ്ധ